ഹലോ ഓൾ, വെൽക്കം ടു വരാന്ത റൈസ് മലയാളം. ഞാൻ കാർത്തിക്. നമ്മുടെ ഇന്നത്തെ GS സെഷൻ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററിയിൽ തന്നെ മിഡേവൽ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് മിഡേവൽ ഇന്ത്യ. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി 6 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ 7ാമത്തെ സെഷനാണിത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതിലേക്ക് വരിക. അപ്പോൾ അവിടെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എന്താണ് വരാന്ത റൈസിൻ്റെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ എന്താണ് റൈസിനെ യുണീക്ക് ആക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. അപ്പോൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബേസിക് ക്ലാസ്സസിനോടൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻസും ഉണ്ടായിരിക്കും. അതായത് സർക്കിൾസ്, അത് ബേസിക് ലെവലിൽ നിന്നും എക്സ്ട്രീം ലെവൽ വരയ്ക്കും ഉണ്ടായിരിക്കും. നമ്മൾ ബേസിക് ലെവലിൽ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എക്സ്ട്രീം വരുന്ന സമയത്തേക്ക് നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ സൂപ്പർ ബാച്ചസ് ഉണ്ട്, എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന മുറയ്ക്കുള്ള ഫോക്കസ് ബാച്ചസ്, അതുപോലെ മോക്ക് ടെസ്റ്റുകൾക്കായിട്ടുള്ള റിപ്രോഗ്രാംസ്, ഇൻ്റർവ്യൂസ് ഉള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു സെഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള പാനൽസ് ആണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക്, SSC, റെയിൽവേ തുടങ്ങിയ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ എക്സാം റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വാസ് ഫോട്ട് ബിറ്റ്വീൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ബാബർ ആൻഡ് ഇബ്രാഹിം ലോധി, ഓപ്ഷൻ ബി ഹുമയൂൺ ആൻഡ് ഷെർഷാ സൂരി, ഓപ്ഷൻ സി അക്ബർ ആൻഡ് ഹെമു, ഓപ്ഷൻ ഡി ജഹാംഗീർ ആൻഡ് മഹമ്മൂദ് ലോധി. അപ്പോൾ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോൾ ആ ഒരു ബാറ്റിൽ ആരൊക്കെ തമ്മിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് SSCയുടെ സ്റ്റെനോയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കി പോവാം. ബാബർ ആൻഡ് ഇബ്രാഹിം ലോധി നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതായിരുന്നു. ബാബർ ആൻഡ് ഇബ്രാഹിം ലോധി അത് ഏത് ബാറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടാണ് ബാബറും ഇബ്രാഹിം ലോധിക്കും നടുവിലുണ്ടായത്. അത് ഏത് വർഷമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1526 അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഹുമയൂൺ ആൻഡ് ഷെർഷാ സൂരി, ഹുമയൂൺ ആൻഡ് ഷെർഷാ സൂരി അത് ഏത് ബാറ്റിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് ചൗസ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അക്ബർ ആൻഡ് ഹെമു. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അക്ബർ ആൻഡ് ഹെമു ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അക്ബറും ഹെമുവും തമ്മിലുള്ള ആ ഒരു ബാറ്റിലാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. പിന്നെ ഓപ്ഷൻ ഡി വരുന്നത് ജഹാംഗീർ ആൻഡ് മഹമ്മൂദ് ലോധി. ഓക്കെ, അപ്പോൾ ആ ഒരു ജഹാംഗീർ എന്ന സ്ഥാനത്ത് ബാബർ ആയിരുന്നെങ്കിൽ നമ്മൾ അവിടെ വീണ്ടും ഒരു ബാറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ. അപ്പോൾ ഇവിടെ ജഹാംഗീർ ആൻഡ് മഹമ്മൂദ് ലോധിക്ക് പകരം ഇൻ കേസ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാബർ ആൻഡ് മുഹമ്മദ് ലോധി എന്നായിരുന്നെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള സെഷനിൽ കണ്ട ആ ഒരു ബാറ്റിൽ നമുക്ക് അവിടെ അതൊന്ന് റിവൈസ് ചെയ്യാം. എന്തായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഏത് ബാറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് കാൻവ, ഈ ഒരു ബാറ്റിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിനെ കുറിച്ചായിരുന്നു. അപ്പോൾ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആരൊക്കെ തമ്മിലായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ അക്ബർ ആൻഡ് ഹെമു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 1-2 എക്സ്ട്രാ പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ബർ അദ്ദേഹം തേർഡ് റൂളർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഹുമയൂൺ ആണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ഹുമയൂൺ ആണെന്നുള്ളത് നമുക്ക് പൊതുവിൽ അറിയാമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മദറിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, ഹമീദ ബാനു ബീഗം, അതായിരുന്നു അക്ബറിൻ്റെ മദർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഹമീദ ബാനു ബീഗം ഇസ് എ മദർ ഓഫ് ഡാഷ്, ഏത് റൂളറാണ് ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുക്കുക, അതായിരുന്നു ക്വസ്റ്റ്യൻ. അത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബർത്ത് എന്ന് പറയുന്ന അമർകോട്ടിലായിരുന്നു. 1542. ഓക്കെ, അദ്ദേഹം റൂളറാകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കിങ് ആക്കുന്നത് അദ്ദേഹത്തിൻ്റെ 14ാമത്തെ ഏജിലായിരുന്നു. ഓക്കെ, സോ ആ ഒരു പോയിന്റിലൂടെ നമുക്കൂടെ ഒന്ന് നോക്കാം. കൊറോണേറ്റഡ് അറ്റ് ഇയർലി 14 ഇയേഴ്സ്. അപ്പോൾ ആരാണ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബൈറാം ഖാൻ. അപ്പോൾ കൊറോണേറ്റഡ് ബൈ ബൈറാം ഖാൻ. അപ്പോൾ ബൈറാം ഖാനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഹുമയൂണിൻ്റെ വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് അദ്ദേഹം ഹുമയൂൺ എക്സൈലിന് ശേഷം തിരിച്ചു വരികയും അതുപോലെ ബാറ്റിൽ ഓഫ് സിർഹിന്ദ് അതുപോലെ തന്നെ മച്ചർവാഡ ബാറ്റിലൊക്കെ വിജയിക്കുന്നത് ബൈറാം ഖാൻ്റെ ഹെൽപ്പോടു കൂടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതായിരുന്നു. ഓക്കെ, സോ കൊറോണേറ്റഡ് അറ്റ് ദ ഇയർലി 14 ബൈ ബൈറാം ഖാൻ. ഓക്കെ, അപ്പോൾ അക്ബർ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അതുകൂടി നമുക്ക് നോക്കാം. അതായത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഓക്കെ, അതുപോലെ തന്നെ ഹെമു, അദ്ദേഹത്തെക്കുറിച്ചും 2 പോയിന്റ്സ് നമുക്കിവിടെ പറയാം. ഹെമു, ഓക്കെ, അദ്ദേഹം ആദിൽ ഷാ സൂരി, ആദിൽ ഷാ സൂരിയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റെക്കഗ്നിഷൻ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ആദിൽ ഷാ സൂരി. ആദിൽ ഷാ സൂരി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു റെക്കഗ്നിഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഹിന്ദു റൂളർ ഓഫ് ഡൽഹി. ലാസ്റ്റ് ഹിന്ദു റൂളർ ഓഫ് ഡൽഹി. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് 14ാമത്തെയും അതുപോലെ തന്നെ അവസാനത്തെയും റൂളർ. എന്തിൻ്റെ? വിക്രമാദിത്യ എന്ന ടൈറ്റിൽ, ആ ഒരു ടൈറ്റിലോട് കൂടിയ അവസാനത്തെയും 14ാമത്തെയും റൂളർ എന്ന് പറയുന്നത് ഹെമു ആണ്. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് 14th കിങ് വിത്ത് ദ ടൈറ്റിൽ വിക്രമാദിത്യ. ഓക്കെ, വിക്രമാദിത്യ എന്ന ആ ഒരു ടൈറ്റിലോട് കൂടിയ അവസാനത്തെയും 14ാമത്തെയും കിങ് എന്ന് പറയുന്നത് ഹെമു ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിനെ കുറിച്ചായിരുന്നു. അപ്പോൾ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആരൊക്കെ തമ്മിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അക്ബർ ആൻഡ് ഹെമു, അക്ബറിനും ഹെമുവിനും നടുവിലുണ്ടായ ആ ഒരു യുദ്ധമാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോൾ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത് 1556-ലാണ്. ഓക്കെ, 1556-ലാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത്. അവിടെ നമുക്കൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കാം. അതായത് 1560 മുതൽ 1562 വരെയുള്ള ആ ഒരു കാലഘട്ടം. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് പെറ്റിക്കോട്ട് ഗവൺമെൻറ് റൂൾ. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഇയർ ചോദിക്കാം, അല്ലെങ്കിൽ ആ ഒരു പെറ്റിക്കോട്ട് ഗവൺമെൻറ് റൂൾ റെപ്രസെൻ്റ് ചെയ്തത് ആരാണ് എന്ന രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതായത് പെറ്റിക്കോട്ട് ഗവൺമെൻറ് റൂൾ 1960 to 62. അപ്പോൾ ആ ഒരു റൂൾ റെപ്രസെൻ്റ് ചെയ്തത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ
മഹം അംഗ. മഹം അംഗ ഇത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അക്ബറിൻ്റെ ഫോസ്റ്റർ മദർ അല്ലെങ്കിൽ വെറ്റ് നേഴ്സാണ് മഹം അംഗ. അപ്പോൾ ഈ ഒരു പെട്ടിക്കോട്ട് ഗവൺമെൻറ് റൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ബറിനെ ഒരു പപ്പറ്റ് റൂളറായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ്. അതിനാണ് പെട്ടിക്കോട്ട് ഗവൺമെൻറ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓർമ്മിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. 1560 to 1562. ഓക്കെ. അപ്പോൾ മഹം അംഗ. അപ്പോൾ ഈ ഒരു പെട്ടിക്കോട്ട് ഗവൺമെൻറ് റൂൾ റെപ്രസെൻറ്റ് ചെയ്തത് മഹം അംഗയാണ്. ഫോസ്റ്റർ മദർ ഓഫ് അക്ബർ. ഫോസ്റ്റർ മദർ ഓഫ് അക്ബർ. ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ബുലന്ദ് ദർവാസ, എ ഫേമസ് മുഗൾ ആർക്കിടെക്ചറൽ മോണുമെന്റ്, ഈസ് ലൊക്കേറ്റഡ് ഇൻ. ബുലന്ദ് ദർവാസ അപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കാം. സിക്കന്ദരാബാദ്, ഫത്തേപൂർ സിക്രി, ആഗ്ര ഫോർട്ട്, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ബുലന്ദ് ദർവാസ. അപ്പോൾ ബുലന്ദ് ദർവാസ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫത്തേപൂർ സിക്രി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചറൽ മോണുമെൻ്റ് സ്ഥാപിക്കുന്നത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അക്ബറാണ്. അക്ബർ. ഓക്കെ. അദ്ദേഹം ആദ്യം ചെയ്ത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ, ഒരു വൈറ്റ് മാർബിൾ ടോം ആയിരുന്നു ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു ടോംബ് അത് ആർക്ക് വേണ്ടിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷേഖ് സലീം കിസ്തി അദ്ദേഹത്തിൻ്റെ ടോംബായിരുന്നു ആദ്യം അക്ബർ പണിയുന്നത്. ഓക്കെ. സോ അത് ആ ഒരു പോയിന്റ് നമുക്കൊന്ന് ഓർമ്മിക്കാം. അതായത് അക്ബർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി കമ്മീഷൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് എ വൈറ്റ് മാർബിൾ ടോംബ്. അപ്പോൾ ഈ ഒരു വൈറ്റ് മാർബിൾ ടോംബ് ആരുടെ ടോംബാണ് നോക്കിക്കഴിഞ്ഞാൽ ഷേഖ് സലീം കിസ്തി. ഷേഖ് സലീം കിസ്തി. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോംബ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടോംബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിന് നിയർ ബൈ ആണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മോസ്ക്. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോംബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലൊക്കേറ്റഡ് നിയർ ബൈ എ മോസ്ക്. അപ്പോൾ ആ ഒരു മോസ്കിൻ്റെ പേര് എന്ന് പറയുന്നത് മെജസ്റ്റിക് ഫ്രൈഡേ മോസ്ക്. മെജസ്റ്റിക് ഫ്രൈഡേ മോസ്ക്. അപ്പോൾ മെജസ്റ്റിക് ഫ്രൈഡേ മോസ്കിന് സമീപത്തായിട്ടാണ് ഈ ഒരു ടോംബ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെജസ്റ്റിക് ഫ്രൈഡേ മോസ്കിനെ ജുമാ മസ്ജിദ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു മോസ്കിൻ്റെ കവാടം അല്ലെങ്കിൽ ഈ ഒരു മോസ്കിനെ ഒരു ഗേറ്റ് വേ എന്നുള്ള രൂപത്തിലാണ് ബുലന്ദ് ദർവാസ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു മോസ്കിൻ്റെ ഗേറ്റ് വേ ആയിട്ടാണ് ബുലന്ദ് ദർവാസ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബുലന്ദ് ദർവാസയുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 1602-ലാണ്. 1602-ലാണ് ഈ ഒരു ബുലന്ദ് ദർവാസയുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബുലന്ദ് ദർവാസയെ ഡോർ ഓഫ് വിക്ടറി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ ഇങ്ങനെയുള്ള പോയിന്റുകളായിരിക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്കൂടെ ഒന്ന് നോക്കാം. അതായത് ഡോർ ഓഫ് വിക്ടറി. ദ ഡോർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏത് ആർക്കിടെക്ചറൽ മോണുമെൻ്റ് ആണെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ബുലന്ദ് ദർവാസയാണ്. ഓക്കെ. ഡോർ ഓഫ് വിക്ടറി. ഓക്കെ. എന്തുകൊണ്ടാണ് ഡോർ ഓഫ് വിക്ടറി എന്നതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ
അക്ബറിൻ്റെ ഒരു ബാറ്റിൽ വിക്ടറിയെ കമ്മമറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിനെ ഡോർ ഓഫ് വിക്ടറി എന്ന് വിളിച്ചത്. അപ്പോൾ അത് ഏത് ബാറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് സാർണൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡോർ ഓഫ് വിക്ടറി എന്ന് വിളിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആർക്കിടെക്ചറൽ മോണുമെൻറ്റ് എന്തിനു വേണ്ടിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്മമറേറ്റ് ദ വിക്ടറി ഓവർ ഗുജറാത്ത്. അപ്പോൾ അത് 1572 നടന്ന ബാറ്റിൽ ഓഫ് സാർണൽ. അപ്പോൾ ബാറ്റിൽ ഓഫ് സാർണലിൽ അക്ബറിൻ്റെ വിക്ടറിയെ കമ്മമറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഗേറ്റ് വേ ബുലന്ദ് ദർവാസ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബാറ്റിലിൻ്റെ പേര് കൂടി മനസ്സിലാക്കി വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബുലന്ദ് ദർവാസ സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നാണ്. അപ്പോൾ ആൻസർ ഫത്തേപൂർ സിക്രി, ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നതാണ് ഹു എമംഗ് ദ ഫോളോയിങ് ജോയിൻഡ് ദ ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി ഓൺ ബിഹാഫ് ഓഫ് മഹാറാണ പ്രതാപ്. ഓക്കെ, അപ്പോൾ പൊതുവിലെ ബേസ് ലെവലിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടിയുടെ ഇയർ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി ആരൊക്കെ തമ്മിലുള്ള യുദ്ധം എന്ന രീതിയിലാണ്. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടിയിൽ മഹാറാണ പ്രതാപിനെ അക്കമ്പനി ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ജോയിൻ ചെയ്തത് താഴെ പറയുന്നവയിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഒന്നാമത്തത് ഹസൻ ഖാൻ മേവാട്ടി, ഓപ്ഷൻ ബി ഹക്കീം ഖാൻ സൂർ, ഓപ്ഷൻ സി മഹമ്മൂദ് ലോധി, ഓപ്ഷൻ ഡി മേദിനി റായ്. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹക്കീം ഖാൻ സൂർ. ഹക്കീം ഖാൻ സൂർ ആണ് മഹാറാണ പ്രതാപിനെ ഒപ്പം അക്കമ്പനി ചെയ്തുകൊണ്ട് ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടിയെ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. അപ്പോൾ മുഗൾസും രജപുത്സും തമ്മിലുള്ള ഒരു ബാറ്റിലാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി. ഓക്കെ, അപ്പോൾ മുഗൾസ് അക്ബറിൻ്റെ റെയിൻ പീരീഡിലുള്ള ഒരു വാറാണ് ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി. അപ്പോൾ മുഗൾസിനെ റെപ്രസെൻ്റ് ചെയ്തത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഗൾസിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ മാൻസിംഗ്. രാജ മാൻസിംഗ്. ഓക്കെ, അതുപോലെ തന്നെ അസഫ് ഷാ. അപ്പോൾ രാജ മാൻസിംഗും അതുപോലെ അസഫ് ഷായുമാണ് മുഗൾസിനെ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ രാജ മാൻസിംഗ് അദ്ദേഹം ഒരു രജപുത് കിങ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞു ബാറ്റിൽ ഓഫ് ഹാൽദിഗട്ടി മുഗൾസും രജപുത്സും തമ്മിലുള്ള ബാറ്റിലാണ്. പക്ഷെ ഇവിടെ മുഗൾസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് രജപുത് കിങ് ആയിട്ടുള്ള രാജ മാൻസിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് സംഭവം എന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജ മാൻസിംഗ് അദ്ദേഹം ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാൻഡ് സൺ ഓഫ് രാജ ബാർമൽ. അപ്പോൾ രാജ ബാർമലിൻ്റെ ഗ്രാൻഡ് സൺ ആണ് രാജ മാൻസിംഗ്. അപ്പോൾ ഗ്രാൻഡ് സൺ ഓഫ് രാജ ബാർമൽ. അദ്ദേഹം ഒരു കച്ച്വാഹ കിങ് ആണ്. രാജ ബർമൽ എന്ന് പറയുന്നത് ഒരു കച്ച്വാഹ കിങ് ഓഫ് ആമർ ജയ്പൂർ. ഓക്കെ, അപ്പോൾ രാജ ബാർമലിൻ്റെ എൽഡസ്റ്റ് ഡോട്ടറിനെ അക്ബർ മാരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാട്രിമോണിയൽ അലയൻസിലൂടെ മുഗൾസും രജപുത്സും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻ അവിടെ ഉണ്ടായിരുന്നു. എക്സെപ്റ്റ് മേവാർ രജപുത്സും മുഗൾസും തമ്മിലായിരുന്നു ഈ ഒരു ബാറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സെപ്റ്റ് മേവാർ രജപുത്സ് ബാക്കി രജപുത്സും മുഗൾസും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു. ഓക്കെ, അപ്പോൾ
രാജാ ബാർമലിൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള രാജാ മാൻസിംഗ് ആണ് മുഗൾസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടിയിലേക്ക് വരുന്നത്. അതേസമയം മേവാർ രജപുത്സ്, മേവാറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേവാർ രജപുത്സ് അവരെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടായിരുന്നു, മഹാറാണ പ്രതാപ്. മഹാറാണ പ്രതാപ്. ഓക്കെ, മഹാറാണ പ്രതാപ് എന്ന് പറയുന്നത് ഗ്രാൻഡ് സൺ ഓഫ് റാണസംഗ. റാണസംഗയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതായിരുന്നു. റാണസംഗ, അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് സംഗ്രാം സിംഗ്. സംഗ്രാം സിംഗ്. ഓക്കെ, അപ്പോൾ മുഗൾസും രജപുത്സും തമ്മിലുള്ള ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി. മുഗൾസിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് രാജാ മാൻസിംഗ്, അതുപോലെ തന്നെ അസഫ് ഷാ. അതുപോലെ മേവാർ രജപുത്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മഹാറാണ പ്രതാപാണ്. അതിൽ രാജാ മാൻസിംഗ് എന്ന് പറയുന്നത് രാജാ ബാർമലിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. അതുപോലെ തന്നെ റാണ പ്രതാപ് എന്ന് പറയുന്നത് റാണസംഗ അല്ലെങ്കിൽ സംഗ്രാം സിംഗിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. ഓക്കെ, ഇനി ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടിയെ കുറിച്ചുള്ള ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി ഇതിനെ ബാറ്റിൽ ഓഫ് ഖാംനൗർ എന്ന പേരിലും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ബാറ്റിൽ ഓഫ് ഖാംനൗർ എന്ന് വിശേഷിപ്പിച്ചത് അബുൾ ഫൈസി എന്നൊരു സ്കോളറാണ്. ഓക്കെ, സോ ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി ഇസ് ഓൾസോ നോൺ ആസ് ബാറ്റിൽ ഓഫ് ഖാംനൗർ. ബാറ്റിൽ ഓഫ് ഖാംനൗർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അബുൾ ഫൈസി. അബുൾ ഫൈസി. അതുപോലെ ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടിയെ ബാറ്റിൽ ഓഫ് തെർമോഫൈലെ എന്ന പേരിലും അറിയപ്പെടുന്നു. അതായത് ബാറ്റിൽ ഓഫ് തെർമോപൈലെ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേണൽ ടോഡ്. അദ്ദേഹമാണ് ബാറ്റിൽ ഓഫ് തെർമോപൈലെ എന്ന് ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടിയെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടിയെ ബാറ്റിൽ ഓഫ് ഗോഗണ്ട എന്നും അറിയപ്പെടുന്നു. ബാറ്റിൽ ഓഫ് ഗോഗണ്ട, അതായത് ഈ ഒരു വാർ നടക്കുന്നത് ഗോഗണ്ട എന്ന പ്ലേസിലാണ്, രാജസ്ഥാൻ. പ്ലേസ് നിയർ രാജസ്ഥാൻ, ഗോഗണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബാറ്റിൽ ഓഫ് ഗോഗണ്ട എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടിയെക്കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇബാദത്ത് ഖാന അറ്റ് ഫത്തേപൂർ സിക്രി വാസ്. അതായത് ഇബാദത്ത് ഖാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫത്തേപൂർ സിക്രിയിലാണ് അത് ലൊക്കേറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇബാദത്ത് ഖാന അറ്റ് ഫത്തേപൂർ സിക്രി വാസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് മോസ്ക് ഫോർ ദ യൂസ് ഓഫ് റോയൽ ഫാമിലി. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അക്ബേഴ്സ് പ്രൈവറ്റ് പ്രയർ ചേംബർ. ഓപ്ഷൻ സി ദ ഹാൾ ഇൻ വിച്ച് അക്ബർ ഹെൽഡ് ഡിസ്കഷൻസ് വിത്ത് സ്കോളേഴ്സ് ഓഫ് വാരിയസ് റിലീജിയൻസ്. നാലാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ദ റൂം ഇൻ വിച്ച് ദ നോബിൾസ് ബിലോങ്ങിങ് to different religions gathered to discuss religious affairs. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പം ഓപ്ഷൻസും ഒരുവിധം ടഫായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഇബാദത്ത് ഖാന കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അക്ബറാണ്. ഫത്തേപൂർ സിക്രിയിലാണ് ഇത് ലൊക്കേറ്റും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മൾ പല പല സോഴ്സുകളിലും കണ്ടിട്ടുണ്ടാകും ഇതൊരു
വർഷിപ്പ് പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഹോം ഓഫ് വർഷിപ്പ്, ഹാൾ ഓഫ് പ്രേയേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതേത് ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക? അക്ബേഴ്സ് പ്രൈവറ്റ് പ്രെയർ ചേംബർ ആയിരിക്കുമോ, അതുപോലെ തന്നെ സ്കോളേഴ്സുമായിട്ടുള്ള ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഹാളാണോ, അതുമല്ലെങ്കിൽ നോബിൾസിന് വേണ്ടി മറ്റ് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻസിലുള്ള നോബിൾസ് വേണ്ടി അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ ഡിസ്കഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റൂം, അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ ഹാൾ ഇൻ വിച്ച് അക്ബർ ഹെൽഡ് ഡിസ്കഷൻ വിത്ത് സ്കോളേഴ്സ് ഓഫ് വാരിയസ് റിലീജിയൻ. അപ്പം പല റിലീജിയനിലുള്ള സ്കോളേഴ്സുമായിട്ട് അക്ബർ അദ്ദേഹം റിലീജിയസ് ആയിട്ടുള്ള ഡിസ്കഷനുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഡിബേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇബാദത്ത് ഖാന. അപ്പോൾ ഇത് 1575 ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇബാദത്ത് ഖാന കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 1575 അതോടൊപ്പം തന്നെ ഇതൊരു റിലീജിയസ് പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഡിബേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഒരു ഹോം ഓഫ് വർഷിപ്പ് എന്ന രീതിയിൽ എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്തു കൊടുത്തത് 1578 ഓപ്പൺ ടു ഓൾ. ഓക്കെ, ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അക്ബറാണ്. അപ്പോൾ എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫത്തേപൂർ സിക്രിയിലാണ് ഈ ഒരു ഇബാദത്ത് ഖാന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ അക്ബർ അദ്ദേഹത്തിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആസ്പെക്ട്സ് കൂടി നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം സ്ലേവറി പ്രാക്ടീസ് റീപ്ലേസ് ചെയ്യുകയുണ്ടായി. റീപ്ലേസ്ഡ് സ്ലേവറി പ്രാക്ടീസസ്. ഓക്കെ, അപ്പോൾ 1562 സ്ലേവറി പ്രാക്ടീസ് അദ്ദേഹം റീപ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിന്ദുസിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ചില പിൽഗ്രിം ടാക്സുകളൊക്കെ അദ്ദേഹം റീപ്ലേസ് ചെയ്തു. ഓക്കെ, റീപ്ലേസ്ഡ് പിൽഗ്രിം ടാക്സ് ഫോർ ഹിന്ദുസ്. അത് തൊട്ടടുത്ത ഇയറിൽ തന്നെയായിരുന്നു, 1563. പിൽഗ്രിം ടാക്സ് അദ്ദേഹം ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ ജസിയ അദ്ദേഹം അബോളിഷ് ചെയ്തു. അബോളിഷ്ഡ് ജസിയ. ഓക്കെ, ജസിയ അബോളിഷ് ചെയ്തതും തൊട്ടടുത്ത കൊല്ലം 1564. ഓക്കെ, അപ്പോൾ അത് കുറച്ച് അദ്ദേഹത്തിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ റവന്യൂ സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ ഒരു റവന്യൂ സിസ്റ്റത്തെ സപ്തി സിസ്റ്റം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ഒരു പേര് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കിക്കാം, സപ്തി സിസ്റ്റം. സപ്തി സിസ്റ്റം. അപ്പോൾ ഈ ഒരു റവന്യൂ സിസ്റ്റത്തെ സപ്തി സിസ്റ്റം എന്ന് മാത്രമല്ല അറിയപ്പെടുന്നത്, അതിന് മറ്റ് 2 പേരുകളും കൂടി ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ എക്സാമിനേഷനിൽ ആ മൊത്തത്തിൽ 3 പേരുകളാണ്, ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ സപ്തി സിസ്റ്റം അല്ലെങ്കിൽ തൊഡർമാൾ ബന്ദോബസ്ത് എന്നറിയപ്പെടുന്നതും ഈ ഒരു സിസ്റ്റത്തെ തന്നെയാണ്. തൊഡർമാൾ ബന്ദോബസ്ത്. അതുപോലെ തന്നെ ദഹസൽ സിസ്റ്റം എന്നിങ്ങനെ 3 പേരുകളാണ് ആ ഒരു റവന്യൂ സിസ്റ്റത്തിന് വരുന്നത്. സപ്തി സിസ്റ്റം അല്ലെങ്കിൽ തൊഡർമാൾ ബന്ദോബസ്ത്, അതല്ലെങ്കിൽ ദഹസൽ സിസ്റ്റം, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർ ദ ഫസ്റ്റ് ഇംഗ്ലീഷ് മെൻ ടു വിസിറ്റ് അക്ബേഴ്സ് കോർട്ട്? അക്ബറിൻ്റെ കോർട്ട് വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് മെൻ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അക്ബേഴ്സ് കോർട്ട്.
ഓപ്ഷൻസ് നോക്കാം. റാൽഫിച്ച്, വില്യം ഹോക്കിൻസ്, തോമസ് സ്റ്റീഫൻസ്, ജോൺ മിൽഡൻ ഹാൽ. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഫസ്റ്റ് ഇംഗ്ലീഷ്മെൻ ടു വിസിറ്റ് അക്ബേഴ്സ് കോർട്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഇംഗ്ലീഷ്മെൻ, അക്ബറിൻ്റെ കോർട്ടിലെത്തുന്ന ആദ്യത്തെ ഇംഗ്ലീഷ്മെൻ എന്ന് പറയുന്നത് റാൽഫിച്ച് ആണ്. റാൽഫിച്ച്, ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് മെർച്ചൻറ്റും ട്രാവലറും കൂടിയാണ്. ഇംഗ്ലീഷ് മെർച്ചൻറ്റ് ആൻഡ് ട്രാവലർ. ഓക്കെ, അദ്ദേഹം അക്ബറിൻ്റെ കോർട്ട് റീച്ച് ചെയ്യുന്ന എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1585 AD അദ്ദേഹം അക്ബറിൻ്റെ കോർട്ട് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റാൽഫിച്ച് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഫസ്റ്റ് ഇംഗ്ലീഷ്മെൻ ടു വിസിറ്റ് അക്ബേഴ്സ് കോർട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ 7ാമത്തെ സെഷനാണിത്. അപ്പോൾ ഇനി റിമൈനിങ് ഉള്ള കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, നമുക്കത് അടുത്ത സെഷനിൽ കാണാം. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അതേസമയം നല്ലൊരു ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ളൊരു ടോപ്പിക് കൂടിയാണ്. അപ്പോൾ ഇനി മുന്നേ ഉള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെഷനുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കാണുന്നവരേക്കും ബൈ.